ഹലോ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് എൻ്റെ ഉമ്മൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഉമ്മൻ്റെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഉണ്ട് ഇന്ന് ഷെയർ ആക്കുന്നത്. അപ്പോൾ നമ്മൾ പൊതുവേ കല്യാണമൊക്കെ കഴിഞ്ഞാൽ ഉമ്മൻ്റെ വീട്ടിലേക്കും അതുപോലെ തന്നെ മറ്റുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്ക് പോകൽ കുറവായിരിക്കും അല്ലേ. പിന്നെ നമ്മൾ പോകാറ് പൊതുവേ കല്യാണങ്ങളും അതുപോലെ തന്നെ വിരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ്. പിന്നെ ഇങ്ങനത്തെ വിരുന്ന് പോക്ക് കുറവായിരിക്കും. ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ഞങ്ങൾ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടെ ഒരുമിക്കുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ പറയും നമുക്ക് അവിടെ പോവാം, ഇവിടെ പോവാം, കസിൻ്റെ വീട്ടിൽ പോവാം, അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ഉമ്മൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് ഒരുപാട് കാലമായിട്ടോ. ഒരുപാട് കാലം എന്ന് വെച്ചാൽ 1 ഇയർ ആയി കാണും. കാരണം നമ്മളിവിടെ ഒരു കസിൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അത് കൂടിയിട്ട് പോയതാണ്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂടാറുണ്ട് കസിൻ്റെ വീട്ടിലായിട്ടും. പിന്നെ നമ്മൾ ഓരോരോ ഫങ്ഷൻ കാര്യങ്ങളായിട്ട് കൂടാറുണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കാണും, അതാണ് കേട്ടോ. പിന്നെ ഒന്നാമത് ഇത്രയും അങ്ങനെ ലോങ് ആയിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വരാത്തത്. പിന്നെ ഇങ്ങോട്ടേക്കൊക്കെ വരാമെന്ന് വെച്ചാൽ ഒരുപാട് ടൈം വേണം. കാരണം എൻ്റെ ഉമ്മക്ക് 8 ബ്രദേഴ്സാണ്. ഏകദേശം 8 ആൾ അടുത്തടുത്ത് തന്നെയാണ്. 6 പേര് തൊട്ടടുത്ത്, 2 പേര് കുറച്ചപ്പുറത്താണ്. എന്നാലും നടന്നു പോകാനുള്ള ദൂരം തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ വരുമ്പോൾ നമ്മൾ എല്ലായിടത്തും ഒന്ന് കയറി ഇറങ്ങണ്ടേ, അല്ലെങ്കിൽ പിന്നെ പരാതിയാവും അവിടെ വന്ന് ഇവിടെ വന്നില്ല അങ്ങനെയൊക്കെ. അതുകൊണ്ട് നമ്മൾ നോർമലായിട്ടുള്ള ഒരു വിരുന്ന് പോക്കുണ്ടല്ലോ, അതായത് പെട്ടെന്ന് പോയിട്ട് വരാമെന്നുള്ള അത് ഇവിടെ നടക്കൂല കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ടായത് വരാനൊക്കെ. ഇതൊക്കെ ഓരോ അമ്മമാരെ വീട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇപ്പം തന്നെ കയറുന്നില്ല, ഞങ്ങൾ ഒരു തലക്കെന്ന് തുടങ്ങാമെന്ന് വിചാരിച്ച് ഏറ്റവും ലാസ്റ്റുള്ള അമ്മോൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അതായത് ഇവിടെ ഞങ്ങൾക്ക് ഓൾറെഡി ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മായി. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങുമ്പോൾ നമ്മളെന്തായാലും ഫുഡിൻ്റെ ടൈം അങ്ങനെ പോകും. പിന്നെ ഇവർ നമ്മളെങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമാവും. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് കയറാതെ നേരെ ഇങ്ങോട്ടേക്ക് വന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഓരോ അമ്മമാരെ വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണേ. നമ്മൾ ചെറുതായിരിക്കുന്ന സമയത്ത് ഉമ്മാൻ്റെ വീട്ടിലേക്കൊക്കെ പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. അന്ന് സ്കൂളിൽ പോകാനും മദ്രസയിൽ പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. കാരണം പെട്ടെന്ന് തിരിച്ച് വന്നിട്ട് ഉമ്മൻ്റെ വീട്ടിൽ പോകാമെന്നുള്ള ഒരു ചിന്ത ആയിരിക്കും. നമ്മുടെ ശരീരം ക്ലാസ് റൂമിലാണെങ്കിലും മനസ്സ് ഉമ്മൻ്റെ വീട്ടിലായിരിക്കും. ആ ഒരു കാലഘട്ടമൊക്കെ നല്ല രസമായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്തരം ആ ഒരു വൈബൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകണം. നമ്മൾ പണ്ട് പുറത്ത് പോയി കളിച്ച പോലെയൊന്നും ഇപ്പോഴത്തെ കുട്ടികൾ കളിക്കുന്നുമില്ല, പണ്ടത്തെ കളികളൊന്നും അറിയില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഉമ്മൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇതൊക്കെ കേട്ടോ മിസ് ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇവിടെ വരുമ്പോൾ നല്ല രസമാണ്. കാരണം അമ്മമാരൊക്കെ അടുത്തടുത്താണ്, മാത്രമല്ല അവിടെ മക്കളും പേരക്കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് കുട്ടികളുണ്ടാവും കളിക്കാൻ. നല്ല രസമായിരിക്കും. പ്രത്യേകിച്ച് ഈവനിങ് ടൈം ആകുമ്പോൾ അടിപൊളി വൈബാണ് കേട്ടോ. ഇപ്പോഴത്തെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ വൈബ് തന്നെ. അന്നൊന്നും നമ്മൾ വൈബ് എന്താ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അന്നിങ്ങനെ എല്ലാവരും കൂടുമ്പോൾ നല്ല രസം, ആ ഒരു മൈൻഡിൽ ഇങ്ങനെ പോവുമായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ മാറുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ വേർഡ്സും മാറുന്നുണ്ട് അല്ലേ. ഞങ്ങൾ വെക്കേഷൻ ടൈം ആവാൻ കാത്തിരിക്കുമായിരിക്കും കേട്ടോ. നമ്മൾ മാത്രമല്ല, ഞങ്ങളെ വരവും കാത്ത് അടുത്ത വീട്ടുകാരും കാത്തിരിക്കുമായിരിക്കും. കാരണം ഞങ്ങൾ അന്ന് സൈക്കിൾ ഔട്ടിലും ഒളിച്ച് കളി, സാറ്റ് കളി, അതുപോലെ തന്നെ തൊട്ടുകളി, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അങ്ങനത്തെ കളികളൊന്നും അറിയില്ല. കാരണം എല്ലാവരും ഫോണിൽ അഡിക്റ്റ് ആയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട് ഒരുപാട് പേര്, ഓരോ കാരണങ്ങളും കൊണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിലുള്ള തൊട്ടടുത്ത ബന്ധക്കാരെ എളാപ്പ മൂത്താപ്പ അവരുടെ മക്കൾ കണ്ട് വിട്ടാൽ പിന്നെ മക്കൾക്ക് ആരും അറിയില്ല. അത് ഞാൻ പറയുന്നത് സത്യമില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനോട് ഞാൻ പറയുന്നത് റിലേറ്റബിൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതാ ഇവിടെ ഞാനിങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ വീഡിയോ എടുത്തപ്പോൾ അമ്മായി പറഞ്ഞാൽ ഞാൻ കുറച്ച് പച്ചക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു. അപ്പോൾ അത് ജസ്റ്റൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ച് ഇത് മാത്രമേ ഉള്ളൂ എന്ന്. എനിക്ക് നല്ല മിസ്സായിപ്പോയി. കാരണം മുകളിൽ അത്യാവശ്യം പല വെറൈറ്റി പച്ചക്കറികളൊക്കെ ഉണ്ടല്ലോ. നമ്മളിങ്ങനെ ഇവിടെ എല്ലായിടത്തും പോയി വന്നപ്പോഴത്തിന് അത് വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഷൂട്ട് ചെയ്യണം കണ്ടിട്ട് അപ്പുറത്ത് അമ്മായി ചോദിക്കുന്നുണ്ട് നിങ്ങൾ എപ്പോഴാണ് വന്നതെന്നൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ തന്ന്
അപ്പോൾ ഞങ്ങളതൊക്കെ കുടിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചതിന് ശേഷം ഇനിയിപ്പോൾ ഓരോ വീട്ടിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫുഡ് വെച്ചാൽ വെജിറ്റേറിയൻ, അതായത് നല്ല അടിപൊളി സാമ്പാർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. നമ്മൾ പെരുന്നാൾ ലീവ് കഴിഞ്ഞത് മുതലേ നമ്മൾ എന്നും ബിരിയാണി മന്തി അങ്ങനെയൊക്കെ ആയിട്ട്, അപ്പോൾ ഇന്ന് വിളിച്ചു പറഞ്ഞതായിരുന്നു അതൊന്നും വേണ്ട, നിങ്ങൾ നോർമൽ ഫുഡ് ഉണ്ടാക്കിയാൽ മതിയെന്ന്. പക്ഷെ അമ്മായി എന്താ കരുതി അറിയോ, നമ്മൾ ഉച്ചക്കത്തേക്ക് നോർമൽ ഫുഡും ഈ രാത്രിക്കത്തേക്ക് നമുക്ക് ബിരിയാണി മന്തി എന്തെങ്കിലും ആക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഓരോ ഭക്ഷണത്തിന് ടൈമിലും പല വീട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ എവിടെയാണെന്നുള്ളത്. അപ്പോൾ അമ്മായി പറഞ്ഞു അവിടെ ഒന്നും നിൽക്കണ്ട, രാത്രി ഫുഡിന് ഇവിടെ തന്നെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നിരുന്നു. അപ്പോൾ രാത്രിക്കത്തേക്ക് ഞങ്ങൾക്ക് ബിരിയാണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞങ്ങൾ പഴമൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഉണ്ടായത് പഴമാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കണേക്കാൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഈ വീട്ടിലെ വേസ്റ്റൊക്കെ ഇട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള വാഴകളൊക്കെയാണ്. ഇവിടെ പല ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനിയും വരികയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അമ്മായിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്നും അധികം പുറത്തുനിന്നൊന്നും വാങ്ങിക്കാറില്ല. എല്ലാ ഐറ്റംസും വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കാറ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഉണക്കലുണ്ട് കേട്ടോ. ഞാനൊരു ഉണക്കൽ ഫാനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സാമ്പാറും ഉണക്കൽ പപ്പടമൊക്കെ കൂട്ടി കഴിക്കാൻ. അപ്പോൾ ആ ഉണക്കലും അമ്മായി ഇവിടെ മീൻ വാങ്ങി ഉണക്കി അങ്ങനെയൊക്കെ ഉണക്കലുണ്ടാക്കിയതാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണേക്കായി നമുക്ക് നല്ല അടിപൊളിയിൽ കഴിക്കാൻ പറ്റും കേട്ടോ. കാരണം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല കേട്ടോ, ഓരോ പൊടികളൊക്കെ ആയാലും സാമ്പാർ പൊടി, അച്ചാർ പൊടി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മായി ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കുക. പിന്നെ അത് അതിനിടയ്ക്ക് എൻ്റെ ഏട്ടത്തി വന്നതാണ് കേട്ടോ. അവൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. മക്കൾക്ക് സ്കൂളിൽ എക്സാം ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് അവരെയും കൂട്ടി വന്നതാണ്. അപ്പോഴേക്കും അമ്മൂൻ്റെ മോള് ഇവിടുത്തെ മാങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് ഉപ്പും മുളകൊക്കെ തിരുമ്മിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാവരും കൂടി ഇന്ന് കഴിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങൾ നേരെ മറ്റേ അമ്മൂമാരെ വീട്ടിലേക്കൊക്കെ ഇറങ്ങിയിട്ടോ. ഇങ്ങനെ നമുക്ക് ഒരുപാട് ടൈമൊന്നുമില്ല, കാരണം നമ്മൾ ഒരിടത്തിരുന്ന് അങ്ങനെ സംസാരിച്ചിരുന്ന് പോകും. അത് പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളെ കസിൻസ് പ്രത്യേകിച്ച് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലേറ്റ് ആവും. അപ്പോൾ ഏതായാലും പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയാണ് കേട്ടോ പിന്നെ ഇവിടെ അമ്മൂമാരെ വീട്ടിലേക്കൊക്കെ ഇറങ്ങിയത്. ഞങ്ങളിതാ ഇറങ്ങിയപ്പോൾ കുട്ടികളെല്ലാവരും ഈ ഒരു പറമ്പിൽ നിന്നിട്ട് ഇതാ കുറ്റിപ്പിടുത്തം കളിക്കുന്നുണ്ട്. ഇതൊക്കെ പണ്ടത്തെ കളികൾ തന്നെ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനത്തെ കളികളൊക്കെ ഇറങ്ങുക. അപ്പോൾ ദാ ഇവിടെ ഇവർ കളി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ ഒന്നുമില്ലെങ്കിൽ പഴയ കാലത്തേക്ക് ഇങ്ങനെ തിരിച്ചു പോകും. അപ്പോൾ ദാ ഏതായാലും കുട്ടികളവിടെ കളിക്കട്ടെ, ഞങ്ങൾ ഓരോ വീട്ടിലും ഇങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അടുത്ത അമ്മൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ഈ അമ്മൂൻ്റെ വീട്ടിൽ ഇവിടെ 3 ആൺകുട്ടികളാണ്. അപ്പോൾ ഒരാളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, അവൾ പ്രസവത്തിന് കൊണ്ടുപോയി. ഇനിയിപ്പോൾ രണ്ടാമത്തെ ആളെ കല്യാണമാണ് കേട്ടോ ഈ മാസം. അപ്പോൾ അവൾക്കുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയതാണ്. അപ്പോൾ മൊത്തത്തിൽ ഒന്നും എടുത്തിട്ടില്ല, ലാസ്റ്റിക്ക് എടുക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ബ്രൈഡിനുള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങളിന്ന് കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത അമ്മൂൻ്റെ വീട്ടിലെത്തി. അപ്പോഴേക്കും മരുബാങ്ക് കൊടുത്തിട്ടോ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഈ അമ്മൂൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ പകല് വന്ന് രാത്രിയായി ഓരോ സ്ഥലത്തേക്ക് എത്താൻ. വാതിൽ തുറന്നു വാതിൽ തുറന്നു തരൂല, ബില്ലടിച്ചാല് പഠിച്ചല.
പരീക്ഷ ക്ലാസ്സാണ്. നിങ്ങളെ കൊടുക്കാൻ നിൽക്കാം ഞാൻ. ഇപ്പൊ പൊന്തൂല. ഇതെന്താ ബാക്കിയുള്ളവരൊക്കെ കൂടെ ആവൂലേ? ചുമ്മാ ചുമ്മാ അമ്മ വെച്ചിണ്ടാ എന്താ ഏച്ചു മാമ വെച്ചേന് അവിടെ അനുവിന്റെ അടുത്ത് അവിടെ ഇരുന്നാ. പൂച്ചക്കും കൊടുക്കണ്ട. പോയി എല്ലാരോടും പോയി വരുന്നുണ്ടാ? കുഞ്ഞനെ പോയിട്ടാ? കുഞ്ഞനെ കാണുന്നില്ല, എടയിൽ കൂടി കാണുന്നില്ല. അങ്ങനത്തെ എല്ലായിടത്തെ സന്ദർശനം കഴിഞ്ഞ് ഞങ്ങൾ നേരെ അമ്മൂൻ്റെ വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ ഫാമിലി വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബായ്.